ഈ രാഹുൽ ഈശ്വറൊക്കെ ആദ്യമേ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കിന് വളരെ കോമഡി ആയിട്ട് അതിനെ കണ്ട് പുച്ഛിച്ച കുറേ പേര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ശരിക്കും ഇപ്പം ആലോചിക്കുമ്പം അത് വേണ്ട ഒരു കാര്യമാണ് മെൻസ് കമ്മീഷൻ. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഇൻസിഡൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും, ദീപക് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടാണ് ആ ആത്മഹത്യ? നമുക്ക് എളുപ്പത്തിന് പറയാൻ പറ്റും, ഇതൊക്കെ ഒരു ഇഷ്യൂ ആണോ, ഇതിനെ നേരിടുകയല്ലേ വേണ്ടത്, അത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. പക്ഷെ അദ്ദേഹത്തിന് അത്രത്തോളം ആത്മാഭിമാനമുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് അതിനൊരു മുറിവേറ്റപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല, അയാൾ പോയി ആത്മഹത്യ ചെയ്തു. ആർക്ക് പോയി? അയാളുടെ വീട്ടുകാർക്ക് പോയി, അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കൾ, അയാളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പോയി. ഈ വീഡിയോ എടുത്തിട്ടവർക്ക് പോയോ? എന്തെങ്കിലും? ഒന്നും പോയില്ല. ഇത് ഇപ്പോൾ സ്ഥിരമായിട്ടൊരു പരിപാടിയായിരിക്കും ഈ ബസ്സിൽ കയറുക. ഞാൻ ഒരിക്കലും എല്ലാ സ്ത്രീകളെയും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളെ അടച്ച് പറയുമല്ല. ജെന്യുവൻ ആയിട്ടുണ്ടാകുന്ന കേസുണ്ട്. ഇന്നാൾ ഇതുപോലൊരു കേസ് കണ്ട, ഒരു ഞരമ്പം കയറിയിരുന്നിട്ട് ആ പെൺകൊച്ചിൻ്റെ അനിയത്തിനെ ഇതുപോലെ മോശമായിട്ട് അതിനോട് പെരുമാറി. അവരത് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ സ്പോട്ടിൽ വെച്ചിട്ട് പ്രതികരിച്ച്. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എന്തിനാ? ഒരു തെളിവിന് വേണ്ടിയാണെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് പ്രതികരിക്കണം. ഇതങ്ങനെയല്ല. ഇത് ഷൂട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ട് എഡിറ്റ് ചെയ്ത് കുറച്ച് ഇതുമെല്ലാം മ്യൂസിക്കും ഇതുമെല്ലാം മിക്സ് ചെയ്തിട്ട് നേരെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങൾ വൈറലാകാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ഇതിങ്ങനെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടാന്ന് പറയും. എന്നിട്ട് നാട്ടുകാർ കമന്റ് ഇട്ട് തെറി പറയുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഭ്രാന്താന്ന് പറയും, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കുഴപ്പമാണെന്ന് പറയും. ശരിക്കും ആ മരിച്ച ആ മനുഷ്യന്റെ അമ്മ കരയുന്ന ഒരു വീഡിയോ കണ്ട് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. അത്രത്തോളം അവർക്ക് ആരാ ഇനി ഉള്ളത്? ഇനി ആ പോയ ജീവന് നമുക്ക് ഒരു പകരം വയ്ക്കാൻ ഒന്നും പറ്റിയല്ല. ഈ നാളിലെ നീതി നിയമം ഒക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ഈ വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്നും ഏകദേശം നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ ആ അമ്മയ്ക്കും അച്ഛനും എന്ത് കൊടുത്താലും, എത്ര പവന അല്ലെങ്കിൽ എത്ര സ്വർണം അല്ലെങ്കിൽ എത്ര കോടി രൂപ ഇത് കൊടുത്താലും, എന്താ പറയുന്നത്, കോമ്പൻസേഷൻ കൊടുത്താലും അവർക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമാവുമോ? സോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരായിട്ടുള്ള നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശത്രുക്കൾ ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയാണ്. കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് ഫേമസ് ആകാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നിങ്ങളത് പ്രതികരിച്ചാലും ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെ കാണത്തുള്ളൂ. സോ എനിക്ക് ആണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. ഒരു ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അങ്ങനത്തെ ഒരു കാലമായിപ്പോയി.